റഷാദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന അസ്ദഖൽ ഹദീസി കിതാബല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ ഒരു സംരംഭത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നാം ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതിന് തൗഫീഖ് ചെയ്ത അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന ഒരു ഹെഡിങ്ങിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, മുജാഹിദാവുകയല്ല, യഥാർത്ഥ പാതയിലേക്ക് വഴിതെറ്റിപ്പോയിരുന്ന ആളുകൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്തറ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ കുഞ്ഞുങ്ങളും യഥാർത്ഥ പ്രകൃതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. അവരുടെ സാഹചര്യം, പിതാക്കൾ ആണ് അവരുടെ മാർഗത്തെ വഴിതെറ്റിച്ച് കളയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയായതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് അഥവാ ഈ യഥാർത്ഥ മാർഗത്തിലേക്ക് കടന്നു വരുന്ന ആ സമയങ്ങളെല്ലാം സമൂഹത്തിലുള്ള മറ്റുള്ള വ്യതിയാനങ്ങൾ പോലെ കുറേ തെറ്റുകൾ ചെയ്ത് നടന്നിരുന്നു. സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പാതയിലേക്ക്, അഥവാ ഞാൻ ജനിച്ചപ്പോൾ ഏതിലായിരുന്നുവോ, എൻ്റെ ആദ്യപിതാവായ ആദം നബി അലൈഹിസ്സലാം എന്തിനാണോ ജീവിച്ചത് അതിലേക്ക് ഞാൻ തിരിച്ചു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദറസിൽ ഒരുപാട് കാലം പഠിച്ചിട്ടുണ്ട്. ഈ പഠിക്കുമ്പോഴൊക്കെ ഒരിക്കലും സത്യം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ സത്യം മനസ്സിലാക്കുന്ന ഈ 25 പേരല്ല, ചിലപ്പോൾ 25,000 പേര് ഈ നാട്ടിൽ കാണുമായിരിക്കും. പക്ഷേ ദറസിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയും ഈ സത്യം മനസ്സിലാക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്, അവിടെ പഠിപ്പിക്കപ്പെടുന്ന ഒന്നും തന്നെ മനുഷ്യന്റെ പുരോഗതിക്ക്, മാനവികതയ്ക്ക്, അല്ലെങ്കിൽ വിശ്വാസപരമായ, അഖീദാപരമായ, കർമ്മപരമായ സംഗതികളേ അല്ല. ചെറുപ്പത്തിൽ പഠിക്കുന്നത്, കുറേ വർഷങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് മീസാന്, അജ്നാസ്, അജ്നാസുൽ കുബ്ര, സഞ്ചാൻ, ഖത്തർനദ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾ. അതിനുശേഷം ഇസ്ലാം പഠിപ്പിക്കപ്പെടാത്ത ഫതുൽ മുഈൻ, അൽഫിയ എന്നൊക്കെ പറയപ്പെടുന്ന കുറേ കാലങ്ങൾ. അങ്ങനെ 3-4 വർഷം, കുറേ കൂടി ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ ഒരു 5 വർഷം. അതിനുശേഷം ഇസ്ലാമിലെ ബനി ഇസ്രായേലികളുടെ കഥകൾ, ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയ കുറേ തഫ്സീറുകളും കുറേ ലഈഫുകളും സഹീഹേതെന്ന് തിരിച്ചറിയാത്ത കുറേ ഹദീസുകളും പഠിപ്പിക്കപ്പെടുന്ന കിതാബുകളാണ് ദർസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷവും വീണ്ടും വീണ്ടും വരുന്നത് കുറേ മന്ദിക്കും കുറേ മഹാനിയും തർക്കശാസ്ത്രങ്ങളുമാണ്. മരത്തെ സ്വർണ്ണമാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ജീവനുള്ളവരാണോ എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, പ്രവാചകൻ നമസ്കരിച്ചത് ഇങ്ങനെയാണ്, പ്രവാചകന്റെ കുനൂത്ത് ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ കൈകെട്ടിയത് ഇങ്ങനെയായിരുന്നു എന്നൊന്നും അവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദർസിൽ പഠിക്കുന്ന ആരും തന്നെ ഈ സത്യം മനസ്സിലാക്കുന്നില്ല. മറിച്ച് ഞങ്ങളൊക്കെ സത്യം മനസ്സിലാക്കുന്നത്
ഞാൻ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദർസിൽ പഠിച്ച ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, പണ്ടൊക്കെ ദർസിൽ പഠിച്ചപ്പോൾ ഉസ്താദ് അനുവദിക്കാതിരുന്ന, ഉസ്താദ് സമസ്ത ഒറിജിനൽ വിഭാഗത്തിൻ്റെ ആളും മറ്റേ ആൾക്കാർ സമസ്തയോടുകൂടെ, സമസ്തക്കാർ കോഴിക്കോട്ട് വഹാബികളും മൗദൂദികളുമായി കൂടിച്ചേർന്നു എന്ന് പറഞ്ഞ് ഭിന്നിക്കുകയും എറണാകുളത്തെ മെറൈൻ ഡ്രൈവിൽ വെച്ച് ഭയങ്കരമായ ഒരു സമ്മേളനം നടത്തുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളെ ആ പരിപാടി തൊട്ട് തടയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ നുണ പറഞ്ഞുകൊണ്ടാണ്, വീട്ടിൽ അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ അങ്ങനെയൊക്കെ പങ്കെടുത്ത് ശക്തമായ ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആള് എന്ന ഒരു ധാരണയിൽ വഹാബി മൗദൂദികളോടുള്ള കാഴ്ചപ്പാടുകൾ, സലാം ചെല്ലാൻ പാടില്ല, അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പെരുമ്പാവൂരിനടുത്ത് മേക്കാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെ, അന്ന് ഉസ്താദ് എവിടെ പോകുന്നു അവിടെ ആ കുട്ടികളും പോവുകയാണ്. അങ്ങനെ തണ്ടേക്കാട് എന്ന് പറയപ്പെടുന്ന പെരുമ്പാവൂരടുത്തൊരു സ്ഥലത്ത് നിന്ന് മേക്കാലടിയിലേക്ക് വരികയാണ്. അവിടെ ഞങ്ങൾ രാത്രിയിൽ നാരിയത്തു സ്വലാത്ത് എന്ന് പറയപ്പെടുന്ന, സ്വലാത്തു നാരിയ എന്ന് പറയപ്പെടുന്ന ഒരു സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ എന്ന് തുടങ്ങുന്ന കുല്ലു മൗദൂദിൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന, പ്രവാചകനെ അമാനുഷികനാക്കുന്ന, അള്ളാഹുവിൻ്റെ പല സിഫത്തുകളെയും കൽപ്പിച്ച് നൽകപ്പെടുന്ന ഒരു സ്വലാത്താണ്. അത് ചൊല്ലാൻ പോകുമ്പോൾ ഭയങ്കര ഭക്തിയിൽ ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ മൊല്ലാക്ക എന്ന് പറയപ്പെടുന്നത് സാധാരണ ദർസ് കുട്ടികളെ എപ്പോഴും നിസ്സാരവൽക്കരിക്കുകയും എപ്പോഴും ആക്ഷേപിക്കുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അലസതയ്ക്ക് അദ്ദേഹം പരിഹാരം നിർദ്ദേശിച്ചത്, ഉസ്താദ് എന്തേ നോക്കി നിൽക്കുന്നത്, അവരോട് ശക്തമായി ഉറക്കെ അത് ചൊല്ലാൻ പറയൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയെല്ലാം ഭംഗിയായി കഴിഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം, ഞാനിപ്പോൾ എങ്ങനെയാണത് പറയുക, ആ മൊല്ലാക്ക ഞങ്ങളുടെ ഭക്തി കുറവാണ് എന്ന് ആക്ഷേപിച്ച മൊല്ലാക്ക അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന തുകയെ സംബന്ധിച്ച് ഒരുപാട് കുറ്റം പറയുകയും അത് നടത്തിയ വ്യക്തിയെ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ, എൻ്റെ ഉസ്താദ് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, മൂവാറ്റുപുഴയിൽ ദർസ് നടത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് യഥാർത്ഥ സത്യമാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഉസ്താദ് പള്ളിയിൽ ചെല്ലുകയും, അങ്ങനെ ഉസ്താദിൻ്റെ ഹാദിമ എന്ന് പറയപ്പെടുന്ന ചില ഇതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എന്നോട് പറഞ്ഞു, കണ്ടില്ലേ, ഇതെല്ലാം മനുഷ്യരെ പറ്റിക്കാനുള്ള ചില ഏർപ്പാടുകൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഭക്തിയുണ്ട് എന്ന് പറയുകയും ആ ഭക്തിയെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് കൊടുത്ത തുക കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ നാരിയ സ്വലാത്ത് തെറ്റാണോ? പിന്നെ അത് തെറ്റല്ലാതെ അതാരുണ്ടാക്കി എന്നതിന് തെളിവില്ല. അപ്പോൾ ഉസ്താദെ, നമ്മൾ കഴിക്കുന്നതോ അന്നൊന്നും തിരുവായ്ക്ക് എതിർവായി പറയാൻ പാടില്ല. മസാലകളിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, അതിന് മാത്രം ബുദ്ധി വികസിക്കപ്പെടുന്ന വലിയ ചർച്ചയൊന്നും അവിടെ നടക്കുന്നുമില്ല. ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മറ്റ വാപ്പോത്ത മക്കൾ ഒക്കെയാണ് ഫത്വൽ മുഅല്ലിലെ മസാലകൾ. ഇതിങ്ങനെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് പഠിച്ച് വലിയ വലിയ പണ്ഡിതന്മാരായിട്ടും ചങ്ങരംകുളത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെ തലാക്ക് ചൊല്ലിയിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പണ്ഡിതന്മാർ പോകുന്നത്. അവർക്ക് അവരുടെ ബുദ്ധി വികസിക്കുന്ന തരത്തിൽ പാഠങ്ങളോ കിതാബുകളോ പഠിപ്പിക്കപ്പെടുന്നില്ല. എന്തുമാകട്ടെ, അങ്ങനെ ആ ഉസ്താദിൽ നിന്നാണ് ആദ്യമായിട്ട് മുജാഹിദുകൾ പറയുന്ന എല്ലാം തെറ്റല്ല എന്ന ഒരു ധാരണ എനിക്കുണ്ടാകുന്നത്. അങ്ങനെ 98-ൽ സബീലുർ റഷാദ് ബാംഗ്ലൂർ സബീലുർ റഷാദ് തബ്ലീഗുകാർ നടത്തുന്നതാണ്. തബ്ലീഗുകാർ 2 തരമുണ്ട് എന്ന് തിരിച്ചറിയണം. ഒന്ന് മേവാത്തികളും ഒന്ന് ബറേൽവികളുമാണ്. ബറേൽവികൾ എന്ന് പറയപ്പെടുന്നത് മൗലൂദും ഖുറാഫത്തും ഖബർ പൂജയും എല്ലാം ഉള്ളതാണ്. മേവാത്തികൾ എന്ന് പറയുന്നത് ശുദ്ധ തൗഹീദുകാരുമാണ്. എന്നാൽ കുറേ ആചാരാനുഷ്ഠാനങ്ങളെ അവർ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉസ്താദന്മാരിൽ പലരും, പല ഹസ്രത്തുമാരും മേവാത്തികളുണ്ട്, പലരും ബറേൽവികളുമുണ്ട്. അങ്ങനെ ഒരിക്കൽ അവിടെ ജമാഅത്തെ അഷ്തും 8ാം ക്ലാസ്സിൽ ഇമാം സമക്ഷരിയുടെ കെഷാഫ്, അതൊരു പാഠമാണ്. ഒരു ജുസയെ പഠിപ്പിക്കുന്നുള്ളൂ, യാനയും കുതിരയൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു വർഷത്തെ പാഠത്തിൽ ആകപ്പാടെ അൽക്കാഫിലെ ഒരു ജുസാണ് പഠിപ്പിക്കപ്പെടുക, അതല്ലെങ്കിൽ യാസീനിലെ. അതല്ലാതെ തഫ്സീർ ഓതി എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ മുഴുവൻ തഫ്സീറും പഠിപ്പിക്കപ്പെടുന്നില്ല. ഒരു ജുസോ 2 ജുസോ ഏതെങ്കിലും തഫ്സീറുകളിൽ നിന്ന്, അവിടെ തഫ്സീർ മദാരിക്ക്, കഷാഫ്, ഖാസിൻ എന്നൊക്കെ പറയപ്പെടുന്ന തഫ്സീറുകളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഇമാം സമക്ഷരി അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്.